Hi guys, welcome to EduPod. Plus 2 Statistics chapter number 7 Sampling Distribution. ഈ ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ള ഉറപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. സോ അങ്ങനെയാണെങ്കിൽ സാർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പാരാമീറ്റർ. എന്താ സ്റ്റാറ്റിസ്റ്റിക്കും പാരാമീറ്ററും തമ്മിലുള്ള വ്യത്യാസം? സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിൾ ആണ്. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പോപ്പുലേഷൻ. ആക്ച്വലി പോപ്പുലേഷൻ ആണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യലേ. ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ടാവും, എന്തെങ്കിലും ആവട്ടെ, അതിൽ നിന്ന് ഒരു ചെറിയ യൂണിറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതാണ് സാമ്പിൾ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ചെറിയൊരു സാമ്പിളിന്റെ മീനോ മോഡോ വേരിയൻസോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസോ അതൊക്കെ കാണുകയാണെങ്കിൽ അതാണ് സ്റ്റാറ്റിസ്റ്റിക്. ആ ഒരു ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം. നമ്മൾ മെഷർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. സോ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആരുടേതാടാ? ഓഫ് സാമ്പിൾ. അത് കൃത്യമായിട്ട് പഠിച്ചു കേട്ടോ. മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിൾ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി ഇതെങ്ങനെയാണെങ്കിൽ എന്താ വരിക? പാരാമീറ്റർ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആരുടേതാ? പോപ്പുലേഷൻ്റേത്. അപ്പോൾ അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ്. ഈസി ആയിട്ട് ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനും പറ്റും. സോ റെഡി. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള എക്സാമ്പിൾ വിത്ത് എക്സാമ്പിളാണ് ചോദ്യം. മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സാമ്പിൾ മീൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ വേരിയൻസ്, സാമ്പിൾ മോഡ്, എന്തും എടുക്കാം നിങ്ങൾക്ക്. ആൻഡ് വാട്ട് ഈസ് ദ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ? പാരാമീറ്റേഴ്സ് എന്താ? പോപ്പുലേഷൻ മീൻ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ വേരിയൻസ്. ഈ ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കണേ. സാമ്പിൾ മീൻ എക്സ് ബാർ കൊടുക്കുക, പോപ്പുലേഷൻ മീൻ മ്യൂ ആ. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ആണ്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ ആണ്, പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. ഇനി പഠിക്കാനും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് ആ, അത് മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിൾ. സാമ്പിളിന്റെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് ആ. പോപ്പുലേഷന്റെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് പീല. ആൻഡ് മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ ഈസ് നോൺ ആസ് പാരാമീറ്റർ. അപ്പോൾ ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ് ഓർ മെഷേഴ്സ് സച്ച് ആസ് മീൻ, മീഡിയൻ, മോഡ്, SD, etc വിച്ച് ആർ കാൽക്കുലേറ്റഡ് ഫ്രം സാമ്പിൾ. സാമ്പിൾസ് എന്നാണ് ഇതെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല കേട്ടോ, സ്റ്റാറ്റിസ്റ്റിക് മാത്രമേ വരൂ. യെസ്. റൈറ്റ്. ഇനി 3 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈ സ്ക്വയർ, T, F ആൻഡ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു റിലേഷൻ ഒക്കെ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഈ ഒരു 3 റിലേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ എന്താണ് സ്റ്റാൻഡേർഡ് നോർമൽ എന്ന് എഴുതാം. സ്റ്റാൻഡേർഡ് നോർമൽ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഡിനോട്ട് ചെയ്യുക Z എന്ന. Z ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ഇത് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 0, 1. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, Z. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. സിമ്പിളാണ്. ഡിസ്ട്രിബ്യൂഷനെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ, അതിനെ നമ്മൾ എങ്ങനെയാണ് പറയാം? ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ Z ആണ്. അപ്പോൾ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ Z സ്ക്വയർ. അതെങ്ങനെയായിരിക്കും വരിക? അപ്പോൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ, രണ്ടിനും ഹോൾ സ്ക്വയർ കൊടുത്താൽ പോരെ. എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ അല്ലേ? ഇത് രണ്ടിൻ്റെ സ്ക്വയർ, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇതിൻ്റെ സ്ക്വയർ. ഇത് ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇത് ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെടാ? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മറന്നു പോകരുത്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കട്ടോ. ഇനിടാ, അഥവാ നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണെന്ന് ഇത് നോട്ട് ചെയ്ത് വെക്കണം. Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ പ്ലസ് Z3 സ്ക്വയർ പ്ലസ് ഇങ്ങനെ പോയി അപ് ടു ZN സ്ക്വയർ വരെയാണെങ്കിൽ ഇത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് N ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത് മറന്നു പോകരുത്. ഇതെന്താണ്? കൈ സ്ക്വയർ വിത്ത് N ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെയാണ്, നോട്ട് ചെയ്ത് വെക്കട്ടോ. അപ്പം നിങ്ങളോട് ചോദിക്കും, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് പറയുന്നത് എന്താ? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ പ്ലസ് Z3 സ്ക്വയർ പ്ലസ് ZN സ്ക്വയർ എന്താ? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് N ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ചോദിച്ചിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്. റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് നിങ്ങൾ അതിനെ ഡിവൈഡ് കൂടിയും ചെയ്ത് കൊടുക്കണം. അതായത് റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കൈ1 സ്ക്വയർ, ഇത്രയേ ഉള്ളൂ. കൈ1 സ്ക്വയർ ബൈ കൈ2 സ്ക്വയർ. ഓക്കെ ആണ്. ആൻഡ് വിത്ത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏതാണോ അതുകൊണ്ട് നിങ്ങൾ ഡിവൈഡ് കൂടിയും ചെയ്ത് കൊടുക്കുക. റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്സ്
അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇതെന്താണ് മക്കളെ? എഫ് ഡിസ്ട്രിബ്യൂഷൻ. നോട്ട് ചെയ്ത് വെക്കണം, എഫ് ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ, എഫ് ഡിസ്ട്രിബ്യൂഷൻ. കൈസ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ രണ്ട് കൈസ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റേഷ്യോ അതിനെന്തുകൂടിയും ചെയ്യും, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് കൂടിയും ചെയ്യും. അത് എഫ് ഡിസ്ട്രിബ്യൂഷനാ. സത്യത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതാം, എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് N1, N2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നോട്ട് ചെയ്ത് വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളോട് എഫ് ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ ഇത്ര എഴുതി കൊടുത്താൽ മതി. എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ എഴുതുക? റേഷ്യോ ഓഫ് ടു കൈസ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തുകൂടി ചെയ്യണം, അതിനെ N1ഉം N2ഉം അതിന്റെ കറസ്പോണ്ടിങ് ആയുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് കൂടിയും ചെയ്ത് വെക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി സ്ക്വയർ ഓഫ് ടി സ്റ്റാറ്റിസ്റ്റിക്സ്. എടാ ടി സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ടി സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക Z/√y/n. വാട്ട് ഈസ് Z? Z എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആ. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ പറഞ്ഞ കാര്യം അതാണ്. ആൻഡ് Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് N ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഏതിന്റെ? ഈ Yന്റെ കൈ സ്ക്വയറിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ റെഡി സാർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് കിട്ടുക? എടാ ടി സ്ക്വയർ എടുത്ത് നോക്ക്. ടി സ്ക്വയർ എടുത്താൽ Z²/Y/n കിട്ടും. Z² നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. Y എന്ന് പറഞ്ഞാൽ ഇത് കൈ സ്ക്വയർ n അല്ലേ, അപ്പോൾ കൈ സ്ക്വയർ n ആൻഡ് ബൈ n ഇട്ട് കൊടുക്കാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു ബൈ 1 ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏതെങ്കിലും നമ്പർ കൊണ്ട് 1നെ ഡിവൈഡ് ചെയ്താൽ എന്തെങ്കിലും വിഷയമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നോക്കിക്കുക നിങ്ങൾ. ദിസ് ഈസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പക്ഷേ നിങ്ങൾ എന്തുകൂടി എഴുതി കൊടുക്കണം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എടാ നോക്ക്, നേരത്തെ നമ്മൾ N1 N2 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതിയത് റേഷ്യോ വരുമ്പോൾ. ഇവിടെ 1ഉം n ആ വരുന്നത്, അപ്പോൾ 1, n ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദിസ് ഈസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. അപ്പോൾ സ്ക്വയർ ഓഫ് ടി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താ? എഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയുള്ളതാ. അപ്പോൾ ടി സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇത് എഴുതി കൊടുത്താൽ മതി. ദിസ് ഈസ് ടി സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണ്. അപ്പോൾ ഈ മൂന്ന് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു വെക്കണം, കാരണം എക്സാമിന് തല തിരിച്ചു മറിച്ചൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. റെഡി. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു മാച്ച് ദ ഫോളോയിങ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഓക്കെ റെഡി, പ്രശ്നമൊന്നുമില്ല. ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക് അബൌട്ട് മീനിലാണ് അത് എന്താ സിമെട്രിക് ആവുക. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ഇനി അടുത്തത് സ്റ്റുഡൻറ് ടി ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് അബൌട്ട് 0 ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ദി റാൻഡം വേരിയബിൾ ഓൾസോ ഫോളോസ് ദി സെയിം ഡിസ്ട്രിബ്യൂഷൻ. അത് എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ വെറുതെ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ഇതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. റെഡി, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ A4 ആണ് വരുന്നത്, ആൻഡ് B3 ആണ് വരുന്നത്, ആൻഡ് C1 ആണ് വരുന്നത്, ആൻഡ് D2 ആണ് വരുന്നത്. ഓക്കെ സാർ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കോ. ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിന് 2024 മോഡലിന് ചോദിച്ച ചോദ്യമാണ്. മോഡൽ 2024 ചോദിച്ച അതേ ചോദ്യം. ഇഫ് എക്സ് ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദെൻ ദ മീൻ ഓഫ് എക്സ് ഈസ്, അതായത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ മീനാണ് ചോദ്യം. സിമ്പിൾ ആണ്, നിങ്ങൾ ഒരുപാട് പേര് ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. n ആണ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറഞ്ഞാൽ n ആണ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ 2n ആണ്. നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ്. ആൻഡ് ടി ഡിസ്ട്രിബ്യൂഷൻ ഇതും ഇമ്പോർട്ടൻ്റ്. ടി ഡിസ്ട്രിബ്യൂഷന്റെ മീൻ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, ഇ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. ആൻഡ് വേരിയൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, വേരിയൻസ് വി ഓഫ് ടി. ഇതിന്റെ വേരിയൻസ് എന്താ വരിക എന്നറിയോ? n/n-2 ആണ്. n/n-2. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് നോട്ട് ചെയ്ത് വെക്കുക. റെഡി. അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. റെഡി. മോഡലിന് ചോദിച്ച ചോദ്യമായിരുന്നു, 1 മാർക്കിന്. അപ്പോൾ എ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് ദ വാല്യൂസ് 4 to 8 യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല, എങ്കിലും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ സെലക്ട് ഓൾ പോസിബിൾ സാമ്പിൾ ഓഫ് സൈസ് 2 ആൻഡ് ഡിറ്റർമൈൻ ദ മീൻ ഓഫ് സാമ്പിൾ മീൻസിന്റെ മീൻ ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞത്. എടാ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ 2 ആ. പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ N നമ്മൾ കൊടുക്കുന്നത് എത്ര എണ്ണം ഉണ്ട് നോക്ക്? പോപ്പുലേഷനിൽ 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ ടോട്ടൽ സാമ്പിൾസ്, പോസിബിൾ ആയിട്ടുള്ള സാമ്പിൾസ് വരിക, ടോട്ടൽ സാമ്പിൾസ് ഈസ് ഈക്വൽ ടു n/n. n/n എന്ന് പറഞ്ഞാൽ 3² 3/2 അല്ലേ? അപ്പോൾ 3² എന്ന് പറഞ്ഞാൽ എത്ര? 9. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈ 4 to 8 ഒക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എഴുതാം. അതായത് നിങ്ങൾക്ക് 4 2 4 4 4 8 എഴുതാം, പ്രശ്നമല്ല. 2 2 2 4 2 8 എഴുതാം, 8 2 8 4 8 8 എഴുതാം. ഇങ്ങനെയാണ് നിങ്ങൾ സാമ്പിൾ വാല്യൂസ് എഴുതാം. ഓക്കെ ആണല്ലോ? ഈ ടേബിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ മീൻ നോക്ക്. മീൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 4ഉം 2 ഇങ്ങനെ മീൻ ഫൈൻഡ് ചെയ്യുക. 4 + 2/2 നോക്ക്. 4 + 2 6/2 3. 4 + 4 8, 8ന്റെ ഹാഫ്.
4 രണ്ടെണ്ണം അല്ലേ ഉള്ളൂ. അപ്പോൾ ബൈ 2 ചെയ്താൽ പോരെ. 4 + 8 12, 12ൻ്റെ ഹാഫ് 12/2 ആണ് 6. 2 + 2 4, 4ൻ്റെ ഹാഫ് 2, 2 + 4 6, അപ്പോൾ 3 മീൻ. 2 + 8 10, അപ്പോൾ 5 മീൻ. 8 + 2 10, 5 മീൻ. 8 + 4 12, 6 മീൻ. 8 + 8 16, 8 മീൻ. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കണം. സാമ്പിൾ മീൻസ് നമുക്ക് എത്ര കിട്ടാൻ നോക്കാം. ഇവിടെ എത്ര എണ്ണം ഉണ്ടാകെ 9 എണ്ണം അല്ലേ. സാമ്പിൾ മീനിൻ്റെ മീനാണ് വേണ്ടത്. അതായത് യു ഹാവ് ടു ഫൈൻഡ് ഇ ഓഫ് എക്സ് ബാർ. ഇ ഓഫ് എക്സ് ബാർ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? സിഗ്മ എക്സ് ബാർ ബൈ എൻ. അങ്ങനെയാണ് നോക്കട്ടെ. എൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ? സാമ്പിൾ നമ്പേഴ്സ് എത്ര എണ്ണം നിങ്ങൾക്ക് കിട്ടിയത്? ടോട്ടൽ സാമ്പിൾസ് എന്ന് പറയുന്നത് 9. അപ്പം നിങ്ങൾ ഈ 9 കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ആദ്യമുള്ള ഈ N 2 എടുത്ത് കൊടുക്കരുത് കേട്ടോ. ഇവിടെയുള്ള സാമ്പിൾസിൻ്റെ എണ്ണാണ് ചോദ്യം. ആൻഡ് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. 3 + 4 7 + 6 13 + 2 15 20 25 23 23 + 6 29 29 + 8 37. കറക്റ്റ് അല്ലേ? അപ്പോൾ 37/9 ആയിരിക്കും. ഒന്നുകൂടി ചെയ്ത് നോക്കാം. 3 + 4 7 7 + 8 15 15 + 10 25 25 + 3 28 28 + 6 34 42. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. 3 + 4 7 7 + 6 13 13 + 2 15 15 + 3 18 8 28 28 + 6 34 + 8. ഓക്കെ 42 അല്ലേ. 42 ആണ്, 37 അല്ല. 42 ആണ് ആൻസർ. അപ്പോൾ 42/9 എത്രയാണോ അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. വെറുതെ നമ്മൾ തെറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. നിങ്ങൾക്ക് ആൻസർ കിട്ടുക അറൗണ്ട് 4 പോയിന്റ് സംതിങ് ആയിരിക്കും. 42/9 ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് 4.6. അപ്പോൾ സാമ്പിൾ മീനിൻ്റെ മീൻ എന്ന് പറഞ്ഞത് 4.678. റെഡി? ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇതാ അടുത്തത് മോഡലിന് ചോദിച്ചതാണ്. പബ്ലിക് ക്വിസിനും ചോദിക്കാൻ ഉറപ്പായിട്ടും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇതേ മോഡൽ കേട്ടോ. ഡ്രോ ഓൾ പോസിബിൾ സാമ്പിൾ ഓഫ് സൈസ് 2 ഫ്രം പോപ്പുലേഷൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ടോട്ടൽ സാമ്പിൾസ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? NCN. ടോട്ടൽ സാമ്പിൾ ഈസ് ഈക്വൽ ടു NCN. ഇവിടെ N പോപ്പുലേഷൻ സൈസ് ഇതാ നോക്ക് 1 2 3 4 ആണുള്ളത്. സ്മോൾ n സാമ്പിൾ എത്ര സാമ്പിൾ എടുക്കാൻ പറഞ്ഞത്? സൈസ് ഓഫ് 2 അല്ലേ. പോസിബിൾ സാമ്പിൾസ് ഓഫ് സൈസ് 2 അങ്ങനെയാണ് N2. സോ യുവർ ആൻസർ വിൽ ബി 4C2. 4C2 എന്ന് പറഞ്ഞാൽ എന്താ? 6. അപ്പോൾ 6 സാമ്പിൾസ് ആണ് ഉണ്ടാവുക വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടെ നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഷോ ദാറ്റ് ഇ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇ ഓഫ് എക്സ് ബാർ കാണാം, മ്യൂ കാണണം അല്ലേ. മ്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീനാ. പോപ്പുലേഷൻ മീൻ ഫസ്റ്റ് ഞാൻ മ്യൂ ഫൈൻഡ് ചെയ്യാം. അത് ഏറ്റവും നല്ലത്. മ്യൂ ഇവിടെ ടേബിളൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മ്യൂ ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ. പോപ്പുലേഷൻ മീൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ആകെ 4 ആൾക്കാരുള്ളത്. അതെല്ലാം കൂടി കൂട്ടിയാൽ പോരെ. 5 + 10 + 15 + 20 15 + 20 എല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് 50 കിട്ടും. ഡിവൈഡഡ് ബൈ എത്ര പോപ്പുലേഷൻ സൈസ്? 4 അല്ലേ. അപ്പോൾ ഇതാ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് 50/4. 50/4 ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 12.5. ഇതാണ് എന്ത്? നിങ്ങളുടെ മ്യൂ പോപ്പുലേഷൻ മീൻ വരുന്നത്. ഇനി സാമ്പിൾ മീൻ ഫൈൻഡ് ചെയ്ത് വെക്കണം. സാമ്പിൾ മീൻ എങ്ങനെയാണ് സാർ ഫൈൻഡ് ചെയ്യുക? എടാ ഈസിയാ. നിങ്ങൾക്ക് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ സാമ്പിൾ 6 അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതാ 5 10 5 15 5 20. ഓക്കെ, അടുത്തത് 10 15 10 20 ചെയ്താൽ പിന്നെ 50 20 ചെയ്താൽ ഒന്നും പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരില്ല. അപ്പോൾ 5 10 5 15 5 20 10 50 10 20 50 20. ഇനിതാ മീൻ കണ്ടതിയോ 5 10 15 അല്ലേ. ആഡ് ചെയ്താൽ ബൈ 2 7.5. 15 + 5 20 ഹാഫ് 10 25ൻ്റെ ഹാഫ് 12.5. ഇത് 10 + 15 25 ഹാഫ് 12.5. ഇത് 30യുടെ ഹാഫ് 15. ഇത് 35ൻ്റെ ഹാഫ് 17.5. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്ക്. 25 30 25 30 50 75 ആണ് നിങ്ങളുടെ ഇത് ടോട്ടൽ കിട്ടുക. ടോട്ടൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ 75. അപ്പോൾ ഇ ഓഫ് എക്സ് ബാർ ഫൈൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇ ഓഫ് എക്സ് ബാർ നോക്കിക്കേ. ഇ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 75 സൈസ് 6. അപ്പോൾ 75/6 ചെയ്തിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. യു വിൽ ഗെറ്റ് ആൻസർ ആസ് 12.5. അപ്പോൾ ഇ ഓഫ് സാമ്പിൾ മീൻ എന്താ? 12.5. ഇത് തന്നെയല്ലേ പോപ്പുലേഷൻ മീനും കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആൻസർ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക. ഇ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ. ഇത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു. ഈസിയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.